കോട്ടയം മെഡിക്കൽ കോളേജിൽ ആർക്കൈവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം സംവിധാനം നിലവിൽ വരുന്നു. എക്സ്റേ, CT സ്കാൻ, MRI തുടങ്ങിയ പരിശോധനാ ഫലം ഡോക്ടർമാർക്ക് ഡിജിറ്റലായി ലഭ്യമാക്കുന്ന പദ്ധതിയാണ് പാക്സ്. മെഡിക്കൽ കോളേജ് നൽകിയ 10 കോടി രൂപയുടെ പദ്ധതി രേഖ സർക്കാർ അംഗീകരിച്ചു. കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങളാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 10 കോടിയിൽ പരം രൂപ മുടക്കിയാണ് പാക്സ് സംവിധാനം കോട്ടയം മെഡിക്കൽ കോളേജിൽ നടപ്പാക്കുന്നത്. എന്താണ് പാക്സ് സംവിധാനം എന്നതിനെ സംബന്ധിച്ച് പലർക്കും സംശയമുണ്ടാവാം. അതിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം. എന്താണ് ഈ പാക്സ് സംവിധാനം? അതുകൊണ്ട് രോഗികൾക്കുണ്ടാകുന്ന പ്രയോജനം എന്താണ്? ഇത് വളരെ ആധുനികമായിട്ടുള്ളൊരു സങ്കേതമാണ്. നമുക്കെല്ലാവർക്കും പരിചയമുള്ള കാര്യങ്ങളാണ്. ഇപ്പം എക്സ്റേ അല്ലെ CT സ്കാൻ, MRI സ്കാൻ, അതായത് ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളുടെ ഒരു ഇമേജസ്. ആ ഇമേജസ് പരമ്പരാഗതമായിട്ട് ചെയ്തു വരുന്നത് നമ്മൾ ഒരു ഫിലിം അല്ലെങ്കിൽ ഒരു പ്രിൻ്റ് ഔട്ട്, ആ രീതിയിലാണ് നമ്മൾ കാണുന്നത്. ഒരു 2 ഡയമെൻഷനിലായിട്ട് കണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ രോഗനിർണയം നടത്തുന്നു. റേഡിയോളജി വിഭാഗത്തിലെ ഡോക്ടർമാർ ആ സ്കാൻ പടങ്ങൾ എടുത്തിട്ട് അത് ബന്ധപ്പെട്ട സ്പെഷ്യാലിറ്റിയിലെ ഡോക്ടേഴ്സിനുമായിട്ട് കൊടുക്കുന്നു. അതിൻ്റെ റിപ്പോർട്ട് ചെയ്യുന്നു. ആ രീതിയിലാണ്. പക്ഷേ അതേ പിക്ചേഴ്സിനെ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ഫോമിൽ, ഡിജിറ്റൽ ഫോമിൽ നമ്മൾ അതിൻ്റെ പല രീതിയിൽ അതിനെ ഒന്ന് സൂം ചെയ്ത് വലുതാക്കാം. അതിൻ്റെ പല പല ദിശകളിൽ അതിനെ കാണാനായിട്ട് സാധിക്കും. പല ഡയമെൻഷൻസിൽ അതിനെ കാണാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ആ രോഗനിർണയത്തിനുള്ള ആക്യുറസി, അതിൻ്റെ കൃത്യത പല മടങ്ങായിട്ട് വർദ്ധിക്കുന്നു. എന്ന് മാത്രമല്ല, ഇത് ഒരു കമ്പ്യൂട്ടറിൽ നിന്നും അതേ ആശുപത്രിയിൽ തന്നെയുള്ള മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് വേഗം ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഏത് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് പോയാലും ആ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഡോക്ടർമാർക്ക് ഇത് കാണാൻ കഴിയും. തീർച്ചയായിട്ടും ആ ഡോക്ടർക്ക് ഒരു ആക്സസ് കോഡ് ഉണ്ടാവും. എല്ലാവർക്കും കാണാൻ സാധിക്കത്തില്ല. അതിന് ബന്ധപ്പെട്ട ഡോക്ടർമാർക്ക്, അതിനെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന് ആ പിക്ചർ അത് OP-യിലിരുന്നോ വാർഡിലിരുന്നോ ഓപ്പറേഷൻ തിയേറ്ററിലിരുന്നോ ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ആ പിക്ചർ കണ്ട് അതിനെ വിവിധ വശങ്ങൾ കണ്ട് അത് കഴിഞ്ഞാൽ ചികിത്സയുടെ ഗുണമേന്മയും അതിൻ്റെ ആ കൃത്യതയും വളരെയധികം വർദ്ധിക്കുന്നു. അതാണ് അതിൻ്റെ ഒരു വലിയ മേന്മ. സാധാരണ ഈ രോഗികളിപ്പോൾ ഒരു എക്സ്റേ എടുത്തു, ആ എക്സ്റേയുമായി ഈ തൂക്കിപ്പിടിച്ച് കയ്യിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി, അങ്ങനെയുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകളൊക്കെ പലപ്പോഴും നേരിടാറുണ്ട്. അങ്ങനത്തെ ഒരു പ്രശ്നം ഇനി മുതൽ രോഗികൾക്ക് നേരിടേണ്ടി വരില്ലേ? അങ്ങനെ വരുന്ന ആ പ്രശ്നങ്ങൾക്കെല്ലാം ഉള്ള ആ ഒരു വലിയ പരിഹാരമാണിത്. അങ്ങനെ വരുന്ന ലോജിസ്റ്റിക് ഇഷ്യൂസ്, ചില ഫിലിമിൻ്റെ ദൗർലഭ്യക്കുറവ്, അങ്ങനെ ദൗർലഭ്യത, ഇതൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം പലപ്പോഴും ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഈ പറഞ്ഞ പോലെ പേഷ്യൻസിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കിന് അത് ഫേഡ് ചെയ്ത് പോവുക. ഇങ്ങനത്തെ വിഷയങ്ങളെല്ലാം നമുക്കിത് പരിഹരിക്കപ്പെടുകയാണ്. അത് ആർക്കൈവ് ചെയ്ത് വെക്കുകയാണ്. വർഷങ്ങളോളം അതിനെ സൂക്ഷിച്ച് വയ്ക്കാനായിട്ടുള്ള സിസ്റ്റത്തിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനും സാധിക്കും. ഒരേ പരിശോധന പലതവണ നടത്തേണ്ടി വന്നാലും മുൻകാലഘട്ടങ്ങളിലെ ഫയലുകൾ നമുക്ക് എടുക്കാൻ കഴിയും അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ ഇമേജിംഗ് ടെക്നോളജിയിലെ ഒരു അടിസ്ഥാന തത്വം 6 മാസം മുമ്പേ അല്ലെങ്കിൽ 3 വർഷം മുമ്പേ എടുത്ത ഒരു പിക്ചറും ഇപ്പോഴുമായിട്ടുള്ള ഒരു താരതമ്യത്തിൽ കൂടെയാണ് ആ രോഗനിർണയത്തിൻ്റെ ഒരു വലിയ ഒരു സങ്കേതമാണത്. അതൊക്കെ വളരെ എളുപ്പത്തിലും വേഗത്തിലും കൂടുതൽ കൃത്യതയോടെ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് ഈ പാക്സ് സിസ്റ്റത്തിൻ്റെ ഒരു സവിശേഷത. എന്തായാലും കോട്ടയം മെഡിക്കൽ കോളേജ് ആധുനിക സംവിധാനം പ്രയോജനപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരുപടി കൂടി മുന്നിലേക്ക് കടക്കുകയാണ്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.